അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ അനുമോളുടെ കരച്ചിലിനെ പറ്റി നമ്മൾ തന്നെ ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് അനുമോളുടെ ഒരു എന്താ പറയുക ഒരു റിയൽ ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവർക്ക് കരഞ്ഞു കഴിഞ്ഞാലേ ആ വിഷമം അവരുടെ മനസ്സിൽ നിന്ന് മാറും. പക്ഷെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ അവർ വന്നിട്ട് അവരുടെ ആ കരച്ചിൽ സ്വഭാവം ഇവർ മാറ്റിയില്ലെങ്കിൽ അതെന്താ പറയുക, അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഉണ്ടാക്കും. കാരണം എന്തു പറഞ്ഞാലും അപ്പം തന്നെ കരയുന്ന ഒരു അനു. ഇന്നാണെങ്കിലും റെന ഫാത്തിമ, റെനേൻ്റെ കാര്യം പിന്നെ കോമഡിയാണ്. അതായത് ഇന്നലെ ലാലേട്ടൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം റെനയ്ക്ക് തോന്നി, ഓ അനുമോക്ക് പുറത്ത് ഭയങ്കര ഹേറ്റേഴ്സാണ്, ജിസൈലിനാണ് ഭയങ്കര ഫാൻസ് എന്നുള്ളൊരു ചിന്ത റെനേൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം റെന അനുമോളുടെ പുറകെ നടന്ന അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അടുക്കളയിൽ വെച്ചൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പം അനുമോക്ക് എന്താ പറയുക, റെനേനോട് നല്ല രീതിയിൽ പറഞ്ഞ് പിടിച്ച് നിൽക്കാമായിരുന്നു. പക്ഷേ അനുമോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി കരയുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വട്ടുപിടിക്കും, ഈ കൊച്ചു എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്. ചിലപ്പോൾ അത് അനുവിൻ്റെ റിയൽ ഫേസ് ആയിരിക്കാം. പക്ഷേ റിയൽ ഫേസ് മാറ്റണം. ഞാനൊക്കെ ബിഗ് ബോസിൽ പോവില്ല, അത് വേറെ കാര്യം. ഞാനൊക്കെ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ റിയൽ ഫേസ് വീട്ടിൽ വെച്ചിട്ടേ പോവുള്ളൂ. എല്ലാവരും പറയും റിയൽ ഫേസേ നമുക്ക് ബിഗ് ബോസിൽ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ റിയൽ ആയിട്ട് നിന്നാലേ ബിഗ് ബോസിൽ വിജയിക്കാൻ പറ്റൂ. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം അനുവിൻ്റെ റിയൽ ഫേസുമായിട്ട് അനു ആ ബിഗ് ബോസിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അനുവിന് ആ ബിഗ് ബോസിലെ കപ്പടിക്കാൻ പറ്റൂല. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അപ്പം തന്നെ പോയിരുന്ന് കരയുന്ന ഒരാൾ, അത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഭ്രാന്ത് പിടിക്കും. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ നടന്ന് കരയുന്നത്? അവനോട് 2 വർത്താനം പറഞ്ഞ് ബോൾഡായിട്ട് നിൽക്കാനുള്ളതിനെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടി ഇല്ലേ പോകുള്ളൂ. ഇപ്പോൾ അനു ഈ കരച്ചിൽ തുടങ്ങിയിട്ട് ബിഗ് ബോസിൽ കയറിയ സമയത്ത് അനു പറഞ്ഞത് ഞാൻ കരയില്ല, ഞാൻ കോംബോ കളിക്കില്ല എന്നൊക്കെയാണ്. അത് കോംബോ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും കരച്ചിൽ അത് ബിഗ് ബോസ് വീടിനൊട്ടും ചേരുന്നൊരു കാര്യമല്ല. പലരും നമ്മളെ ട്രിഗർ ചെയ്യാനായിട്ടും നമ്മൾ ഇമോഷണലി തകർക്കാനായിട്ടും പലരും പല കാര്യവും പറയും. അപ്പോൾ നമ്മളതിനകത്ത് ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ തലയിൽ കയറി കളിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ റെനേൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ അനുമോൾ എന്നോട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല, അവൾ പോയി കിടന്ന് കരയുക, പിന്നെ അവളുടെ തലയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും എടുത്തു വെക്കാം എന്നുള്ളൊരു ചിന്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അനുമോളുടെ വെക്കിട്ട് കയറും. അതിനകത്തൊരു സംശയമില്ല. അപ്പം അനുമോൾ ഈ ആഴ്ച വളരെ അടിപൊളിയായിട്ട് കളിച്ചു വന്നതാണ്. പക്ഷേ ലാലേട്ടൻ വന്നിട്ട് എന്താ പറയുക, അനുമോൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പരിഗണന കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന് പകരം കൂടി കുറച്ച് താത്തി കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ എന്താ പറയുക ഇമോഷണലിയും തകരാൻ സാധ്യതയുണ്ട്. പക്ഷേ ബോൾഡായിട്ട് നിൽക്കുക, അതാണ് ബിഗ് ബോസിൻ്റെ സംഭവങ്ങൾ. പലരും നമ്മളെ തളർത്താനായിട്ട് ഇമോഷണലി പല കാര്യങ്ങളും പറയും. പക്ഷേ അനുമോൾ അതിനകത്തൊക്കെ വീണ് പോകണം കേട്ടോ. അനുമോൾ ഇതിനകത്ത് പൂർണ്ണ പരാജയമാണ്. പക്ഷേ കയറി വരുമായിരിക്കും.